നമസ്കാരം. ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോ ജയിച്ച ആൾക്കാരൊക്കെ തന്നെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിജയാഹ്ലാദ പ്രകടനങ്ങൾ പല രീതിയിൽ നടത്താറുണ്ട്. ഓരോരുത്തരുടെയും എൻജോയ്മെന്റിനനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. റോഡിലിറങ്ങി വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാട്ട് പാടി പോകുന്നു, വലിയ ഡാൻസ് കളിക്കുന്നു, പാരഡി പാട്ട് പാടുന്നു. മാത്രമല്ല തോറ്റ ടീമിനെ ജയിച്ച ടീം കൂകി വിളിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, പാരഡി പറഞ്ഞവരെ കളിയാക്കാറുണ്ട്, അവരുടെ വീടിന് മുമ്പിലൂടെ പോയി പടക്കം പൊട്ടിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, വിഷയമില്ല, അങ്ങനെ ചെയ്തോട്ടെ. ഒരു ദിവസത്തേനുള്ള ആഹ്ലാദ പ്രകടനം ഒക്കെ അല്ലേ, നടത്തിക്കോട്ടെ. പിന്നെ ഈ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ തോറ്റ ടീമിലുള്ള ആൾക്കാർ ചിലപ്പോൾ ദേഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനും ബഹളം വെക്കാനും ഒക്കെ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞായിരുന്നു. അവർക്ക് പോലീസുകാർ നല്ലതുപോലെ പൊതുതീരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നാളും പോലീസുകാർ ഒന്ന് ഇങ്ങനെ പിടിച്ചു നിന്നതാണ്. അതൊക്കെ കഴിഞ്ഞ ദിവസം പോലീസുകാർ തീർത്തു. പക്ഷെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൂരത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കണ്ണില്ലാത്തൊരു ക്രൂരത കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഒരു വിജയാഹ്ലാദ പ്രകടനമാണ്. മലപ്പുറത്ത് നടത്തിയ ഒരു വിജയാഹ്ലാദ പ്രകടനം. ഒരു വ്യക്തി തോറ്റോ ജയിച്ചോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം, നമുക്ക് തമാശകൾ പറയാം, പാരടി പാട്ടുകൾ പറയാം, പടക്കം പൊട്ടിക്കാം, ഇതൊക്കെ തന്നെ കുഴപ്പമില്ല. പക്ഷേ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കാണിച്ച ഒരു വിജയാഹ്ലാദ പ്രകടനം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനമാണ് നടത്തിയത്. KT ജലീൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് തോറ്റുപോയിട്ടുള്ള KT ജലീലിന്റെ പടം വെച്ചിട്ട് ഒരു ആടിന്റെ കഴുത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് ആ ആടിനെയും കൊണ്ട് വിജയാഹ്ലാദ പ്രകടനം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. അതിനുശേഷം അതിന്റെ കഴുത്തറുത്ത്, എന്നിട്ട് ആ തലയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ആഘോഷം നടത്തുവാണ്. അത് പ്രകടനം നടത്തുവാണ്, പ്രദർശിപ്പിക്കുകയാണ്, നാടുനീളെ പ്രദർശിപ്പിക്കുകയാണ്. എന്തൊരു ക്രൂരതയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റു മൃഗങ്ങളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ന്യായീകരണം നമുക്ക് അവിടെ വെക്കാം. എന്നാൽ ഇവിടെ ആ ന്യായീകരണം വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇവിടെ ആ ന്യായീകരണം വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ ആ വീഡിയോ കാണിക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ആ വീഡിയോ കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്കത് ഒരു വല്ലാത്തൊരു ഫീലാണ് തന്നത്. എന്തൊരു വല്ലായ്മയാണ്, ഒരു ഓക്വേർഡ്നെസ്, ഒരു ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ഫീലാണ്. നാട്ടുകാരുടെ മുമ്പിലൂടെ, പബ്ലിക്കിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോട് ഇവർക്കുള്ളൊരു കടമയാണ്, നിങ്ങൾ കണ്ടോണം. ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സ്വഭാവം മാറി. ഇങ്ങനെയല്ലേ മറ്റുള്ളവർ കരുതത്തുള്ളൂ? സ്വന്തം മതത്തെയും സ്വന്തം മതവിശ്വാസികളെയും പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ആ ചില ആൾക്കാർ ചെയ്തത്. ഓക്കെ, ഒരു വ്യക്തിയുടെ പേര് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ആ ആടിനെ ഇല്ലാതാക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്താണ്? അയാളെ ഇല്ലാതെയാക്കി അല്ലെങ്കിൽ അയാളുടെ കഴുത്തറുത്തു എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു പ്രകടനം നടത്തിയത്. തികച്ചും മോശമായിട്ടുള്ള, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവർ ചെയ്തത്. മറ്റുള്ളവരെയും കൂടി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു എന്ന് കരുതി നിങ്ങൾ അങ്ങ് അൾട്ടിമേറ്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ നാട്ടിലെ രാജാക്കന്മാരൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ നാടിനെ ഇങ്ങനെ തലകീഴായിട്ട് മറിക്കാനുള്ള ഒരു അവകാശമല്ല ഒരു സ്ഥാനാർത്ഥിക്കും ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതിപ്പോ ജയിച്ച UDF ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, 3 MLA ജയിച്ചല്ലോ BJPയിലുള്ള, ആരായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ നാടിനെ തലകീഴായിട്ട് മറിച്ച് ഞങ്ങളെ അടക്കി ഭരിക്കാനുള്ള, അല്ലെങ്കിൽ ഈ നാട്ടിന് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമോ പവറോ അല്ല നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറിയത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കാനുള്ള അധികാരമാണ് നിങ്ങളിലേക്ക് കൈമാറിയത്. അത് സൂക്ഷിച്ചുപയോഗിക്കുക. ജനങ്ങൾക്ക് എന്ത് വിലയാണ് നിങ്ങൾ തരുന്നത് ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട്? വേറെ ഒരു പാർട്ടിക്കാരും, ഈ വർഗീയത പറയുന്നു എന്ന് പറയുന്ന ആൾക്കാർ പോലും അങ്ങനത്തെ ഒരു പ്രകടനവും നടത്തുന്നത് കണ്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും ബഹളങ്ങളും ചീത്തവിളി വരെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്രൂരത ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ? മനുഷ്യനാണോ നീയൊക്കെ? തികച്ചും മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തി. ഒരു ജീവിയുടെ ജീവൻ, അതാണ് ഒരു ജീവൻ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ആർക്കും ഒരാളുടെയും ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ജീവൻ എന്ന് പറഞ്ഞ സാധനം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിലുള്ള സാധനമല്ല. അപ്പോൾ ഒരു ജീവിയുടെ ജീവൻ നിനക്കൊക്കെ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട്, നിന്റെയൊക്കെ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും മനുഷ്യനല്ല. നീയൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടവരാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും വൃത്തികെട്ട പ്രവൃത്തി തന്നെയാണ് ചെയ്തത്, ഒരു സംശയവും വേണ്ട. ഇനി ഇത് കാണുന്ന മറ്റു മതസ്ഥരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരിതിനെ എങ്ങനെയായിരിക്കും പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇനി ഇത് കാണുന്ന മറ്റു പാർട്ടിക്കാർ ഇതിനെ എങ്ങനെ പോർട്രേ ചെയ്യും?
അപ്പൊ അനാവശ്യമായിട്ടുള്ള ട്രിഗർ സൃഷ്ടിക്കുകയാണോ? ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ആവശ്യമില്ലാത്ത രീതിയിലുള്ള ട്രിഗർ ഉണ്ടാക്കുകയാണോ മറ്റുള്ളവരുടെ ഇടയിലേക്ക്? അപ്പൊ നമ്മൾ ഈ ഒരു സമൂഹത്തില് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത് ആ സമൂഹത്തെ തന്നെയാണ്. നമ്മുടെ നാട് പല വിശ്വാസങ്ങളും പല കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. പല ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ തോട്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരെയും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നിങ്ങളെ ജയിപ്പിച്ച് വിടുമ്പോഴേക്കും നമ്മുടെ ആരുടെയും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിലല്ല ജയിപ്പിച്ച് വിടുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തി ജയിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ മതമല്ല ആൾക്കാർക്ക് കാണേണ്ടത്, ആ മതത്തിന്റെ പേരിലല്ല നമ്മൾ ഭരിക്കേണ്ടത്. അപ്പൊ മതം എന്ന് പറയുന്ന കാര്യം ഇവിടെ ഒരു വിഷയമേ ഉള്ളൊരു ഇതല്ല. പക്ഷെ മതത്തിന്റെ പേരിലുള്ള ഒരു ട്രിഗർ ഉണ്ടാക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. ഒരു ജീവിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, അത് വെച്ചിട്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. എന്തൊരു മോശമാണ്, തെറ്റാണ്. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. മറ്റുള്ളവരെ ഇതിനെ എങ്ങനെ എടുക്കും, മറ്റുള്ളവർ ഇതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കും എന്നൊക്കെ ചിന്തിക്കുക. അപ്പൊ ഇതുപോലെ വിവരവും വിവേകവും ഒന്നും ഇല്ലാത്ത കുറെ സ്ഥാനാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടതിന് ശേഷം ഇവരിങ്ങനത്തെ പ്രകടനം നടത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പൊ തന്നെ അവരുടെ ആ ഒരു ജയം അങ്ങ് ക്യാൻസൽ ചെയ്തേക്കണം. അതാണ് ചെയ്യേണ്ടത്. വിജയാഹ്ലാദ പ്രകടനമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിര് കടക്കാൻ വേണ്ടി പാടില്ല. എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ആരും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പം LDF ഒരു നാണം കെട്ട തോൽവി ഉണ്ടായി. എന്തുകൊണ്ടാണ് LDF ഇത്രയും നാണം കെട്ടൊരു തോൽവി ഉണ്ടായത്? 10 വർഷം ഭരിച്ച LDF നമ്മുടെ നാട് ഭരിച്ചു. അവർ പറഞ്ഞു നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ഈ 10 വർഷം നാട് ഭരിച്ച LDF ഇത്രയും നാണം കെട്ടൊരു തോൽവി കേരള സമൂഹം കൊടുത്തത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അവരുടെ പ്രവൃത്തി ശരിയല്ലാഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടും അല്ല. അതാണ് ശരിക്കും UDF ലക്കായിട്ട് മാറിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ വലിയ എന്തോ സംഭവമായിട്ടൊന്നും അല്ല ഈ UDF ജയിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറുക. ജയിച്ച സ്ഥാനാർത്ഥികൾ അങ്ങ് അജയ്യരൊന്നും ആയിട്ടില്ല. ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഈ നാടിന്റെ അധികാരം മുഴുവനായിട്ട് അങ്ങ് തീരെഴുതി തന്നേക്കൊന്നുമല്ല. നിങ്ങൾ ഈ നാടിന്റെ രാജാവുമായിട്ടില്ല. നിങ്ങൾ ഈ നാടിന്റെ രാജാവല്ല, ഞങ്ങളുടെ സേവകരാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ സേവകർ മാത്രമാണ് നിങ്ങൾ. ഞങ്ങളുടെ സേവകരായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അഹങ്കാരം മാത്രം കാണിക്കുക. ഒരുപാട് ഓവർ അഹങ്കാരം കാണിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പം അണികൾ ചെയ്ത തെറ്റിന് സ്ഥാനാർത്ഥി എന്തു പഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അണികൾ ചെയ്ത തെറ്റിന് സ്ഥാനാർത്ഥിയും പഴിച്ചു. കാരണം ഇങ്ങനെയുള്ള അണികളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് മാപ്പ് പറയാനെങ്കിലും തയ്യാറായിരിക്കണം. ആര്? ആ സ്ഥാനാർത്ഥി. കാരണം ആ സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള വിജയപ്രകടനത്തിലാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇപ്പൊ KT ജലീൽ എന്ന് പറഞ്ഞ വ്യക്തി, അത് ആരും ആയിക്കോട്ടെ, ഏത് ഐഡിയോളജി ഉള്ള വ്യക്തി ആയിക്കോട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, അയാൾ തോറ്റു കഴിഞ്ഞു. നിങ്ങൾ ജയിച്ചു, നിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കോ, നിങ്ങൾ അയാളെ കളിയാക്കിക്കോ, തമാശ പറഞ്ഞോ, പക്ഷെ അയാളുടെ പേരിൽ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുക, അതിന്റെ പേരിൽ മറ്റൊരു ജീവിയുടെ ജീവൻ നിങ്ങൾ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% തെറ്റാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു തെറ്റല്ല നിങ്ങൾ ചെയ്തത്. ന്യായീകരണം അവിടെ ഇല്ല, ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യമാണ്, അധികാരികൾ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ജയിച്ചു കഴിഞ്ഞാലും അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആ അഹങ്കാരമില്ലാതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇതുപോലെ നാണം കെട്ട തോൽവി അനുഭവിക്കേണ്ടി വരും. അതിപ്പോൾ ആരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് രീതിയിലുള്ള പൊളിറ്റിക്കൽ തോട്ട്സ് ഉള്ള ആളായിക്കോട്ടെ, നിങ്ങളെ താഴെ ഇറക്കാൻ ജനങ്ങൾക്ക് സാധിക്കും. ജനങ്ങളാണ് ഇവിടെ അധികാരികൾ, ജനങ്ങളുടെ സേവകർ മാത്രമാണ് നിങ്ങൾ. അപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ആരും ചെയ്യാതെ ഇരിക്കുക.